ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റെഡ്മി 2-ൻ്റെ ടച്ച് എങ്ങനെ റിപ്പയർ ചെയ്യാവുന്നതിനെ കുറിച്ചാണ്. എങ്ങനെ ജമ്പർ കൊടുക്കാം, ടച്ച് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊക്കെ നോക്കാം. ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് റെഡ്മി 2-ൻ്റെ ടച്ച് കംപ്ലയിൻസിനെ കുറിച്ചാണ്. ടച്ചിന് 6 ലെഗുകളാണുള്ളത്. ടച്ചിൻ്റെ സോക്കറ്റിന് 6 ലെഗുകളും അതിൻ്റെ തൊട്ടടിയിൽ തന്നെ 6 കമ്പോണൻസ് ഇരിപ്പുണ്ട്. അതിൽ ഒന്നാമത്തെ ലെഗ് ഒന്നാമത്തെ കമ്പോണൻസിലേക്കും, രണ്ടാമത്തെ ലെഗ് രണ്ടാമത്തെ കമ്പോണൻസിലേക്കും, മൂന്നാമത്തെ ലെഗ് മൂന്നാമത്തെ കമ്പോണൻസിലേക്കും, നാലാമത്തെ ലെഗ് നാലാമത്തെ കമ്പോണൻസിലേക്കും, അഞ്ചാമത്തെ ലെഗ് അഞ്ചാമത്തെ കമ്പോണൻസിലേക്കും, ആറാമത്തെ ലെഗ് ആറാമത്തെ കമ്പോണൻസിലേക്കുമാണ് കയറുന്നത്. ഇതിൽ 1, 2, 3, 4ാമത്തെ ഒരു കപ്പാസിറ്ററിലേക്കാണ് കയറുന്നത്. എല്ലാ അടിയിലത്തെ പോയിന്റിലേക്കാണ് കയറുന്നത്. അപ്പോൾ അങ്ങോട്ട് ജമ്പർ കൊടുത്താൽ മതി. അപ്പോൾ ഈ ആദ്യം കാണുന്ന ആ പോയിൻ്റാണ് നെഗറ്റീവ് ലൈന്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി പ്രോബിലിട്ടേച്ച് ഒരു ലൈന് നെഗറ്റീവിൽ കൊടുത്തേച്ച് നിങ്ങൾ ഈ കാലുകളിലെല്ലാം സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കുക. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് കാണിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് വരുന്നില്ലെന്നൊരിൽ അപ്പോൾ ആ ലൈൻ കാണുന്ന വിചാരിക്കുക. അപ്പോൾ ആ ലൈൻ ഏതാണെന്ന് നോക്കിയിട്ട് ആ ലൈൻ എടുത്ത് വെച്ച് ഒരു ജമ്പർ അടിച്ച് താഴോട്ട് കൊടുത്താൽ മതി. ബോർഡിലെ കംപ്ലൈൻ്റ് ആണെങ്കിൽ എല്ലാം തൊട്ട് താഴെയുള്ള കമ്പോണൻസിലേക്കാണ് കയറുന്നത്. 6 കമ്പോണൻസേ ഉള്ളൂ, 6 കമ്പോണൻസിലേക്കാണ് കയറുന്നത്. പിന്നെ ഈ ടച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. ടച്ചിങ്ങനെ നോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന 6 ലൈന് കാണാം. അതിൽ ആദ്യത്തെ ലൈനാണ് എർത്ത് നിങ്ങളൊരു പ്രോബ് വയ്ക്കുക. ബാക്കിയുള്ള എല്ലാ ലൈനുകളിലും കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. എർത്തിലൊരു ലൈൻ വെച്ചുകൊണ്ട് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് വെച്ചുകൊണ്ട് റെസിസ്റ്റൻസിലിട്ടേച്ച് ഏതെങ്കിലും ഒരു റീഡിങ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ കാണിക്കുന്നില്ലെങ്കിൽ ആ ലൈൻ ടച്ചിലേക്കുള്ളത് ബ്രേക്കാണ്. കാണിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ടച്ച് കുറേ ഭാഗമൊക്കെ വർക്ക് ചെയ്യും. ചിലപ്പോൾ ഓടുമായിരിക്കും, ചാടുമായിരിക്കും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എങ്ങനെയായാലും കുറേ ഭാഗമൊക്കെ, അപ്പോൾ ഒന്നും വർക്ക് ചെയ്യാതെ വരുന്ന കേസിൽ നിങ്ങൾ ടച്ച് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു ലൈൻ ആദ്യത്തെ ലൈനിൽ വയ്ക്കുക. ആദ്യത്തെ ലൈനാണ് ഇതിൻ്റെ നെഗറ്റീവ്. എന്നിട്ട് ബാക്കിയുള്ള ലൈനിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.